ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ എന്ന് ചോദിക്കണേ. എൻ്റെ സുഖവിവരം അന്വേഷിച്ച് നിങ്ങൾ കുറേ ആൾക്കാർ കമൻസായും പേഴ്സണൽ മെയിലായൊക്കെ കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിച്ചിന് കേട്ടോ. പക്ഷെ ആ ഒരു സമയത്തൊന്നും എനിക്ക് നിങ്ങളോട് അതിൻ്റെ റിപ്ലൈ പറയാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലേനി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാഞ്ഞത്. പിന്നെ എന്തായാലും വിശദമായിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പോൾ അതെന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി, നമുക്ക് പുതിയ റൊട്ടീനിലേക്ക് കടക്കണം, കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവണം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് തുടങ്ങണം. അപ്പോൾ എന്തായാലും ഇനി മടി പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. മടി പിടിച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം നമുക്ക് ആ ഒരു ഗ്യാപ്പ് വന്നത് എനിക്ക് ജോലിയൊക്കെ കിട്ടിയ ആ ഒരു സമയത്ത് വന്നൊരു ഗ്യാപ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മടി പിടിച്ചിട്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് കുറച്ച് കാലത്തേക്ക്. പിന്നെ ആ ഒരു റൊട്ടീൻ പെട്ടെന്ന് നമ്മളൊരു വർക്കിലേക്ക്, ഒരു വർക്കിംഗ് മോം എന്നുള്ള ഒരു ഇതിലേക്ക് മാറുമ്പോഴുള്ള ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്നും പറഞ്ഞാൽ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കുറച്ച് കാലം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് മെയിനായിട്ടുള്ള നമ്മളെ പ്രശ്നം വന്നത്. മോന് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു കാര്യം കണ്ടുപിടിച്ച്, അപ്പം മഞ്ഞപ്പിത്തം ഫസ്റ്റ് വന്ന ടൈമിൽ അത് ഏകദേശം ഒന്ന് മാറി. പിന്നെ രണ്ടാമതും മഞ്ഞപ്പിത്തം വന്ന് അത് കുറച്ചൊന്ന് സീരിയസ് ആയിപ്പോയി. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടാൻ ഈ ഒരു കൊല്ലത്ത് ഈ ഒരു ഗ്യാപ്പും ഈ ഒരു ഡിലേയും വന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പം ഈ വീട് ഉണരുക 4 മണിക്കാണ്. നമ്മളെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് പരിചയമുള്ള കാര്യമായിരിക്കും. ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു അമ്പലമുണ്ട്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, വീടിനോട് തൊട്ടിട്ട് തന്നെയാണ് അമ്പലം ഉള്ളത്, മുറ്റത്ത് തന്നെയാണ് അമ്പലം ഉള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ജഗ പുകയായിരിക്കും ഓരോ വക. അച്ഛൻ അമ്പലത്തിലേക്ക് പോകേണ്ട തിരക്കായിരിക്കും. രാവിലെ 4 മണിക്ക് എണീറ്റ് 4:30 ആകുമ്പോഴത്തേക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അമ്പലത്തിലേക്ക്, അവിടെയുള്ള മൈൻഡായിരിക്കും അച്ഛൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. മൊത്തം അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, അവിടുത്തെ കാര്യങ്ങൾ വിളക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അച്ഛൻ്റെ പരിപാടി. അമ്മ ഈ ഒരു സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ അമ്മേൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 4:30, 5 മണിക്ക് ആകുമ്പോഴത്തേക്ക് അലക്കും കഴിയും. അതുപോലെ അമ്മേൻ്റെ ചോറ് വെപ്പും മിറ്റടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിയും. പിന്നെ സ്വന്തം വീട്ടിലെത്തിയാൽ മടിച്ചുകളാവുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ആൾക്കാരും ഇല്ലേ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനും മടിച്ചു തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കേണ്ട ഉഷാറിൽ കുറച്ച് നേരത്തെ എണീറ്റ് ഇതാ മിറ്റൊക്കെ ഒന്ന് അടിച്ച്, മിറ്റല്ല അകമൊക്കെ ഒന്ന് അടിച്ച്, കൊലായൊക്കെ ഒന്ന് അടിച്ച്, ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടിട്ടേ ഉള്ളൂ. ഒന്ന് അടിച്ച്, ഇവിടെ പൂഴി ആയതുകൊണ്ട് ഭയങ്കര പൊടിയായിരിക്കും കേട്ടോ. അകത്തൊക്കെ പൂഴിയായിരിക്കും നമ്മൾ ചവിട്ടി കയറുന്നതിനെ കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച്, അപ്പോഴത്തേക്ക് അടിച്ച് വരാൻ കണ്ടപ്പോൾ അമ്മ വേഗം തുടയ്ക്കാൻ വന്ന്. അമ്മക്കൊക്കെ പിന്നെ ഷടപടയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അമ്മ തുടയ്ക്കാൻ വന്ന് ഒരു തുണിയെടുത്ത് തുടയ്ക്കൽ അങ്ങോട്ട് കഴിഞ്ഞ ഒരു ഭാഗത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചായയൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഈ രാവിലത്തെ ഈ ഒരു സമയത്ത് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് നമ്മളെ കൊലായിലിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഒരു എനർജി, ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചായയൊക്കെ ആയിട്ട് വന്ന്, നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ കുടിക്കും. കുറച്ച് നേരം എടുത്തിട്ട് അങ്ങനെ കുടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കല്ലേ. കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, കുറേ സങ്കടങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് വാനിഷ് ആയ ഒരു സമയം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയതിന് ശേഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നീട്ടി വീഡിയോ പിന്നിടാം, അത് കഴിയട്ടെ, ഒന്ന് സ്റ്റേബിൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ടുപോയതാണ് കുറേ കാലം. പിന്നെ നമ്മളിപ്പം വീട്ടിൽ തന്നെ ഉള്ള സമയത്ത് ഏട്ടനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ അവൈലബിൾ ആണ്. നമ്മൾ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം വിളിയിട്ട് കാര്യങ്ങൾ അവർക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇന്നെ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വർക്കിന് പോയി. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വർക്കഹോളിക് ആയിനി. അപ്പോൾ അതും ഒരു പ്രശ്നമായി. വർക്ക് എന്ന് പറയുമ്പം അതൊരു തലയെ കയറ്റി കൊണ്ടുവച്ചിട്ട് ഓഫീസിലെ കാര്യം ഓഫീസിൽ ഇട്ടിട്ട് വീട്ടിലേക്ക് വരിക എന്നുള്ളത് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ആ ഒരു നിലനിൽപ്പിന് വേണ്ടി എനിക്ക് ജോലി വേണം, പക്ഷേ ഏട്ടൻ്റെ വായോണ്ട് ഇനി ജോലിക്ക് പോകണ്ട അങ്ങനെ ഏട്ടൻ പറയുന്നുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലേനി കേട്ടോ. അപ്പോൾ മക്കളെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ആ ഒരു ഫ്ലോയിൽ പോയത് അതൊക്കെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലായി. അങ്ങനെയുള്ള കുറച്ച് സമയങ്ങളായിപ്പോയി. പിന്നെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ച് മൊത്തത്തിലൊരു എന്താ പറയുക, ആ ഒരു പ്ലാനിങ്ങും ഒരു ചിട്ടയായിട്ട് പോകുന്ന ആ ഒരു ലൈഫൊക്കെ ഒരു ഒഴുക്കിലങ്ങോട്ട്, എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഒഴുക്കിലങ്ങോട്ട് പോകുന്ന ആ ഒരു രീതിയിലേക്ക് മാറി.
അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് പറഞ്ഞ് നിങ്ങളോട് വീഡിയോ ഇടാനാണ്, ഞാൻ വീഡിയോയിൽ വന്ന് എന്ത് കാര്യങ്ങളോട് പോസിറ്റീവായിട്ട് പറയാനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ കാലം അങ്ങനെ അങ്ങ് പോയിട്ടോ. പിന്നെ പുതിയ ന്യൂ ഇയർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ 2026 വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു ഇയർ എന്തായാലും അടിപൊളിയാക്കുക, യൂട്യൂബൊക്കെ ഒന്ന് പൊടി തട്ടി പുതിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള പണ്ടത്തെ പോലെ വീഡിയോസൊക്കെ ചെയ്ത് അടിപൊളിയാക്കാമെന്നൊക്കെ വിചാരിച്ച് നല്ല സ്ക്രിപ്റ്റും പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച്. പക്ഷെ അപ്പോഴാണ് പിന്നെയും നമ്മളെ പ്ലാനിങ് മാറ്റിക്കൊണ്ട് നന്ദുമോന് മഞ്ഞപ്പിത്തം വന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഈ റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇസ്തിരി ഇടുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റൂമാണ് കേട്ടോ. ഒരു ഡംപിങ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റൂമാണ്. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു പിടിപാടും ഇല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശിഖമോള് വന്ന് പറഞ്ഞത് ഇത്രയും ദിവസം അനിയത്തി മോളൊക്കെ ഇവിടെ ഉണ്ടേനി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഓളെ വീട്ടിലേക്ക് പോയതാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഇന്ന് തന്നെ വരും, ഉച്ചയാകുമ്പോഴത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മേനെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് മോളെയും കൊണ്ട് ഓള് പോയതാണ്. അപ്പോൾ ഇന്ന് ശിഖമോക്ക് ഭയങ്കര മൂഡ് ഓഫ്. ഇന്നലെ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അവർ പോയതാണ്. അപ്പോൾ ഇന്നലെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ നമുക്ക് പാർക്ക് പോകണം എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ മറന്നുപോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ മൂപ്പത്തിനോട് മറന്നുപോയില്ല. അപ്പോൾ ഓൾ എണീറ്റ് വന്നപാട് അമ്മേ പാർക്ക് പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാനും വിചാരിച്ച് എന്തായാലും ഒന്ന് പാർക്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ടൈം 1 മാസത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് നന്ദൂട്ടൻ്റെ കൂടെ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ശിഖമോക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് ഞങ്ങൾ 4 ആളുള്ള കുറേ സമയങ്ങളാണ്. ഞങ്ങളങ്ങനെ 4 ആളും വേറെ ഇങ്ങനെ വിട്ട് നിന്നിട്ടേ ഇല്ല. ഇത്രയും കുറേ ദിവസം ഞങ്ങളിങ്ങനെ വിട്ട് നിന്നിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ ശിഖമോള് പറയും. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ശിഖമോളെ വിളിക്കുമ്പം അനിയത്തി മോളുള്ളതുകൊണ്ട് ഓക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഓക്ക് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അനിയത്തി മോളും അനിയത്തീൻ്റെ മോളാണെങ്കിലും അങ്ങനെ ഇവർ വലിയൊരു ഏജ് ഗ്യാപ്പില്ല, സെയിം ഏജാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ആ ഒരു ഏജ് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടി ഉണ്ടാക്കുകയൊന്നുമില്ല. ഓരോരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ശിഖമോള് അവിടെയാണല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേറെയാണല്ലോ എന്നുള്ളത് വേറെ നിൽക്കുകയാണല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് അത്ര ഒരു ടെൻഷൻ വന്നിട്ടില്ല. അപ്പോൾ ശിഖമോക്കാണെങ്കിലും ഓളൊരു കംഫർട്ട് സോണിലാണ് ഉള്ളത്. അപ്പോൾ എന്നാലും ഇടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ പറയും അച്ഛൻ്റെയും അമ്മേൻ്റെയും നന്ദേട്ടൻ്റെയും കൂടെ കിടക്കണേന്. എനിക്കിപ്പോഴും അത് പറയുമ്പം ഒരു സൗണ്ട് ഇങ്ങനെ ഇടറും പോലെ കേട്ടോ. അപ്പോൾ എൻ്റെ മോൾ അങ്ങനെ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം അങ്ങനെ കേൾക്കുമ്പം. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് ഓളെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ 2 ആളും മാത്രമുള്ള ആ ഒരു രാവിലത്തെ നിമിഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്, ബട്ട് റോഡ് ബസ്സിനൊരു 2 സ്റ്റോപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്ന് കുറച്ച് സമയം ഞങ്ങൾ 2 ആളും മാത്രമായിട്ട് ഞങ്ങളവിടെ ഇരുന്ന്. അപ്പോൾ ഓള് കളിക്കാൻ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഓൾ അവിടെ നിന്ന് കളിച്ച് നടന്ന് കുറേ ഞങ്ങൾ വർത്താനം പറഞ്ഞ് കുറേ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ വെയിലിൻ്റെ ഒരു ഉദിപ്പ് വന്നപ്പം പിന്നെ ആ ഒരു രാവിലത്തെ ഒരു വെയിൽ കുറേ കൊണ്ടുകഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആ രാവിലത്തെ വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ എന്തായാലും പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിലിങ്ങോട്ട് പോരാണ് കേട്ടോ. കുറച്ച് സമയം നിന്നിട്ടുള്ളെങ്കിലും ആ ഒരു ടൈം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് ശിഖമോക്കും ഭയങ്കര ഒരു സന്തോഷമായി, എനിക്കും മനസ്സിനൊരു സമാധാനം കിട്ടിയ പോലെ കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തിയപ്പം നൂൽപ്പെട്ട് ഞാൻ പിന്നെ പോകുമ്പോഴേ ആയിട്ടുണ്ടേനി. അപ്പോഴത്തേക്ക് അച്ഛൻ ഇതാ കുറച്ച് തേങ്ങാപ്പാലും അതിലേക്ക് ഒരു കറിയൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ച് അച്ഛൻ്റെ ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പരിപാടിയും തുടങ്ങി. ഇപ്പം നന്ദൂട്ടിന് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണ് അടുക്കള ഭരണം മൊത്തം. അച്ഛൻ ഓന് എണ്ണ തീരെ കഴിക്കാൻ കൊടുക്കണ്ട പാടില്ല എന്ന് പറഞ്ഞ് ബാക്കി ഫുഡൊക്കെ കഴിച്ചോന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഓനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛനാണ് അടുക്കളയിൽ കയറി അതൊക്കെ രാവിലെ തന്നെ സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ അതിൻ്റെ പണിയും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അമ്പലമൊക്കെ അടച്ച് ഇനിയിപ്പോൾ ഞാൻ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീട് മൊത്തത്തിലല്ലെങ്കിൽ ഒരു ഭാഗം മൊത്തം മാറ്റിയെടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ പ്ലാനും മാസ്റ്റർ ബ്രെയിനൊക്കെ അനിയത്തിയും അനിയനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഓരോ വകയാണ് ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് മാറ്റിയെടുത്തത്. ഇപ്പോൾ പണ്ടത്തെ വ്ളോഗിലൊക്കെ ഞാൻ പണ്ടത്തെ ആ ഒരു വീട് കാണിച്ചിട്ട് ഇങ്ങനെ ഗ്രിൽസൊക്കെ ഇട്ടൊരു വീടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെയുള്ള വീട് ഞാൻ മൊത്തത്തിൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ വിശേഷം പറയാം. ഹോസ്പിറ്റൽ വിശേഷം എന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയ ദിവസങ്ങൾ കഴിഞ്ഞിട്ടത്.
പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്കൊരു കമൻറ്റ് വന്നത്, അത് നന്ദൂട്ടനാണ് കേട്ടോ എനിക്ക് കാണിച്ചു തന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഞാനത് കണ്ടത്, ആ ഒരു കമൻറ്റ്. അബി മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടോ, ഞാൻ അബീനെ പോലുള്ള ഒരാളവിടെ കണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു സമയത്തൊന്നും എനിക്കതിന് റിപ്ലൈ പറയാനോ അങ്ങനെയുള്ളൊരിപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു അമ്മ എന്നുള്ള നിലയിൽ അപ്പം മോൻ്റെ ആ ഒരു ആരോഗ്യം മാത്രമേ ഇനി ആ ഒരു സമയത്തിൻ്റെ മനസ്സിൽ മൊത്തം. അപ്പോൾ ചാനലിനെ കുറിച്ചിട്ടോ വീഡിയോ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ലേനിട്ടോ ആ ഒരു സമയത്ത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേ ആയിരിക്കില്ലല്ലോ നമ്മൾ, ശരിക്കും തളർന്നു പോയിട്ടുള്ള ദിവസം കേട്ടോ. അപ്പോൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ റിലാപ്സിങ് ഹെപ്പറ്റൈറ്റിസ് എ പ്രൊലോങ്ഡ് കോളസിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ്, മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഡോക്ടർ ഭാഷയിൽ പറഞ്ഞത് അങ്ങനെയാണ്. സംഗതി ചുരുക്കി പറയുകയാണെങ്കിൽ ചുരുക്കി തന്നെ പറയണം, വിസ്തരിച്ച് പറയാനുള്ളൊരു ശേഷി പോലും എനിക്കില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള കുറേ ദിവസങ്ങളാണ് കടന്നു പോയത്. ഫസ്റ്റ് മോന് മഞ്ഞപ്പിത്തം വന്ന് അത് പിന്നെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് നോർമലായി. പിന്നെ രണ്ടാമതും വന്നതാണ് കുറച്ച് സീരിയസ് കണ്ടീഷനിലേക്ക് ആയിപ്പോയത്. രണ്ടാമത് വന്നപ്പോൾ ആദ്യം കാണിച്ച ഡോക്ടറെ അടുത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ഡോക്ടർക്ക് അത്ര വലിയൊരു, രണ്ടാമത് വന്നതുകൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളതുകൊണ്ട് ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ട് നോക്കണം എന്നുള്ള രീതിയിൽ വടകരയുള്ള ഒരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുക ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ഡോക്ടറെയും കാണിച്ച് അവിടെയുള്ള ഡോക്ടറും ഇങ്ങനെ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ആ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് എന്തായാലും നമുക്ക് മെഡിക്കലിൽ തന്നെ കാണിക്കാം, അവിടേക്ക് തന്നെ ഇങ്ങോട്ട് റെഫർ ചെയ്ത് തരാൻ പറയാം, നമുക്ക് ഇവിടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് വാങ്ങിയിട്ട് അവിടെ നന്ദൂട്ടനെ കാണിക്കണേ. അവിടെ കാണിച്ചത് മുതൽ ഒ പിയിൽ പോയപ്പം അവിടുത്തെ ഡോക്ടർ, മെയിൻ ഡോക്ടർ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആക്കിയിട്ട് തന്നെ നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുക ചെയ്തത്. പിന്നെയുള്ള 26 ദിവസം എന്ന് പറഞ്ഞത് 1-2 ദിവസമല്ല, 26 ദിവസമാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ നിന്നത്. അപ്പോൾ ആ ഒരു 26 ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, ഒരു ദിവസം പോലും. അത്രയും എന്നെ തളർത്തിയ ദിവസങ്ങൾ തന്നെ അത്രയും ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞത് എനിക്കിനി പറയുമ്പം പോലും എനിക്ക് ഓർമ്മിക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. അപ്പോൾ ഈ ലിവറിന് പെട്ടെന്ന് ബാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചൊരു സീരിയസ് എന്നുള്ള രീതിയിലേക്ക് പോയി. ദൈവം അനുഗ്രഹിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കുറയും ചെയ്ത് സ്റ്റിറോയിഡൊക്കെ കൊടുക്കണം എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോഴാണ് ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പെട്ടെന്ന് തന്നെ അതങ്ങ് സ്റ്റിറോയിഡ് നാളെ കൊടുക്കാമെന്നുള്ള രീതിയിൽ തലേ ദിവസം ചെക്ക് ചെയ്ത് നോക്കിയപ്പം ബിൽറുബിൻ പെട്ടെന്ന് കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ സ്റ്റിറോയിഡ് കൊടുക്കണ്ട, കുറച്ചും കൂടി നോക്കാം, ചിലരുടെ ശരീരത്തിൽ അങ്ങനെ ഒരു 6 മാസമൊക്കെ എടുത്തിട്ടേ ഇത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കാം, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പം എന്തായാലും നന്ദൂട്ടൻ ഇതാ ഓക്കെ ആയി, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, ഇപ്പോൾ എത്രയോ ബെറ്ററാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം 29-ന് ഒ പിയിൽ പോയിട്ട് കാണിക്കണം, ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി കാണിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നന്ദൂട്ടൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. അല്ല, നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അനിയത്തി മോളൊക്കെ വന്ന്, അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. കുറേ ദിവസം ഇവർ രണ്ടാളും പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തണം എന്ന്. അപ്പോൾ അങ്ങനെ ഏട്ടനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വൈകുന്നേരം വെയിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോടുള്ള ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ഇല്ലേ, അങ്ങോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങനെ കുറേ ആഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിന്, ഇവിടെ ഇങ്ങനെ വില കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് വില കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മക്കളെങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവർക്ക് നോക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ചധികം സമയം അവിടെ അങ്ങോട്ട് പോയിട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ മക്കളിങ്ങനെ കണ്ട് നടന്ന് അതെടുത്ത് ഇതെടുത്ത് അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ എന്തായാലും കുറേ സാധനങ്ങളൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ഷോപ്പ് ചെയ്തിട്ടില്ല. പാത്രങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലമുള്ളത് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട സംഗതികൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഓൺലൈനിൽ കുറച്ചും കൂടി വില കുറവിനൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ പക്ഷേ അതൊന്നും നോക്കിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഇല്ലേനി. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാനും ആയല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെ പോയി വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് അതെടുക്കണോ ഇതെടുക്കണോ ഫുള്ള് പ്ലാനിങ്ങും കാര്യങ്ങളായിരിക്കും. ഓരോ വക വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടാളും കൂടി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബിസ്മി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബിസ്മിയിലും കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നിങ്ങളെ അവസ്ഥ എന്താ? ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലായിരുന്നോ?
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. നമ്മളെന്തായാലും യൂട്യൂബിലേക്ക് ഒന്നും കൂടി സജീവമായിട്ട് ഞാൻ പരമാവധി എനിക്ക് പറ്റുന്ന രീതിയിൽ ചാനൽ ആക്റ്റീവാക്കി വെക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളിപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുമല്ലോ, ആ ഒരു വലിയൊരു ഗ്യാപ്പ് വരില്ലല്ലോ. അപ്പോൾ വീഡിയോസ് ആണെങ്കിലും ഞാനിപ്പം ലോങ് വീഡിയോ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു കണക്ഷനിൽ നിൽക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് പഴയ പോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രൊഡക്റ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി നമുക്ക് പ്രൊഡക്റ്റീവ് ആവണ്ടേ? അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഉഷാറൻ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.